ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മഹേഷിനോട് ചിപ്പി പറയുന്നുണ്ട്, ആദ്യമായിട്ടിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മക്ക് ഇതുപോലെ തന്നെ പ്രസവ സമയത്ത് മാനസികത തെറ്റിയിട്ട് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാ പറയണത് ഡാഡി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മഹേഷ് പറയണ്ട, അയ്യേ മോളിനെ ഇങ്ങനെ വിഷമിക്കണത് നോക്കേ, ആ ആ കുട്ടി ആദ്യമായിട്ടിന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ വേറെ, നമ്മുടെ ഇഷിതാമ്മയുടെ അവസ്ഥ വേറെയാണ്. ഇഷിതാമ്മക്ക് അങ്ങനത്തെ മാനസിക ഒന്നും ഇല്ല മോളെ. കുഞ്ഞിനെന്തെങ്കിലും പറ്റുമെന്നൊരു പേടി അയാളുടെ ഉള്ളിലുണ്ട്. അതിന്റെ കാരണം മോൾക്കറിയാലോ. ഇവിടെ ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കൊണ്ടിട്ടാണ് അയാൾക്ക് ആ വിഷമവും ടെൻഷനൊക്കെ വരുന്നത്. അതിന് അപ്പുറം നിന്റെ അമ്മക്കൊന്നും ഇല്ല. അല്ല അപ്പൊ ഡാഡി അച്ഛമ്മടുത്ത് അച്ഛച്ചടുത്തൊക്കെ പറഞ്ഞതോ? അതോ അതിനായിട്ട് ഡോസ് കൊടുത്തല്ലേ? അവരൊന്നും കൂടി ഇഷിതനെ നന്നിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ഡോസ് കൊടുത്തതാ. സത്യമാണ് ഡാഡി പറഞ്ഞത്. അതേ മോളെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പോഴാണ് ചിപ്പിക്കൊന്ന് സന്തോഷാവുന്നത് കേട്ടോ. അതിനുശേഷം ബെല്ലടിച്ചിട്ട് നമ്മുടെ അകത്തേക്ക് കയറണം. ദേ ആദ്യേട്ടൻ വന്നല്ലോ, വാ ആദ്യേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പൊ ആദ്യം അകത്തേക്ക് വന്നിരിക്കുമ്പോഴേക്കും മഹേഷ് ചോദിക്കണ്ടല്ല മോനെ, നീ എങ്ങനെയാ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതോ ആകാശങ്ങളിൽ കൊണ്ടാക്കി. ആകാശോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഉള്ളെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടായിരിക്കും ഡാഡി. എന്തായാലും ആകാശങ്ങൾ കൊണ്ടാക്കിയല്ലോ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അയാളുടെ മനസ്സിൽ ഉദ്ദേശം ആർക്കറിയാം. എന്തായാലും നല്ല ഉദ്ദേശമൊന്നും ആയിരിക്കില്ല എന്ന് ആദ്യം പറയാണ്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, മോൻ വരുന്ന കാര്യം ചിപ്പിമോള് പറഞ്ഞായിരുന്നു. ഇഷിതയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് മോൻ വന്നേല്ലേ. അതൊരു കാരണമാണ്. ഇഷിതാമ്മനെ കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ ചിപ്പി പറഞ്ഞു ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും. അയാൾക്ക് ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. പഴയ ഇഷിതയല്ല അയാള്. പക്ഷെ നിങ്ങൾ വേണം ആ വിഷമം മാറ്റാനായിട്ട്. നിങ്ങൾ അയാളുടെ വിഷമത്തിന്റെ കൂടെ കൂടി പരിഹാരം പറയണ പോലെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. അയാളുടെ വിഷമം കേൾക്കാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കളിച്ചിരി തമാശകളായിട്ട് അയാളുടെ അടുത്തേക്ക് പോവാ. അയാളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അയാളെ സന്തോഷിപ്പിക്കുക. അപ്പൊ ആദ്യം പറയണേ ഡാഡി, ഇത് നമ്മൾ ഇടപെടേണ്ട കാര്യമാണോ? ഇഷിതാമ്മനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചൂടെ മോനെ? അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ശത്രുക്കൾക്ക് അത് വലിയൊരു കാര്യമാകും. അവരതിൽ പിടിച്ചു കയറി പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ടാ. പക്ഷെ ഇഷിതക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഒരുപാട് സന്തോഷവും സമാധാനമുള്ള വാക്കുകളും കളിചിരിയൊക്കെ കാണുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി പഴയ പോലെ ആയിക്കോളൂ. മോനൊരു കാര്യം ചെയ്യ്, ഇഷിതനെ കണ്ടിട്ട് വാ. ശരി ഡാഡി, ഞാൻ ഇഷിതാമനെ കണ്ടിട്ട് വരാം. ചിപ്പി മോള് കൂട്ടിക്കൊണ്ടു പോ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയാളുടെ വിഷമം അയാൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ നിന്ന് സംസാരിക്കല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആയ ലോകത്ത് അയാളെ കൊണ്ടുവരികയാണ് വേണ്ടത്. ശരി ഡാഡി, അറിയാം, മനസ്സിലായി എന്നൊക്കെ ആദ്യം പറയാണ്. അതിനുശേഷം ആദ്യം ചിപ്പിയും കൂടി നേരെ ഇഷിതയുടെ റൂമിലേക്ക് പോകട്ടെ. ഇഷിത എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ഇഷിതാമേ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടേക്ക് വരുന്നുണ്ട്. ഇതാര്? ആദ്യമോ? വാമോനെ എന്ന് പറയാണ്. നീ എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നേ ഉള്ളൂ ഇഷിതാമേ. ഇഷിതാമനെ കാണണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണത്. എന്നിട്ട് എന്താ ആദ്യമായിട്ട് ഇതുവരെ വരാതിരുന്നത് എന്ന് ചിപ്പി ചോദിക്കുമ്പോ അത് വേറൊന്നുമല്ല, വരാൻ പറ്റിയില്ല, അതുകൊണ്ടിട്ടാ. പിന്നെ ഇവള് പറഞ്ഞതിനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക ഇഷിതാമ്മേ. ഇഷിതാമ്മക്ക് കുറെ പലഹാരം കിട്ടുന്നുണ്ടെന്നും അത് ഇവള് കഴിച്ചു മടുത്തെന്നും. ഇഷിതാമ്മന്റെ പലഹാരം എല്ലാം ഇവള് കഴിച്ച് നല്ല രുചിയുള്ള പായസവും അതുപോലെ തന്നെ മധുരവും കഴിച്ചു മതിയായിട്ടിരിക്കുക എപ്പോഴും കൊതിപ്പിക്കല. അപ്പൊ എന്റെ പങ്ക് വാങ്ങിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ചിപ്പി പറയണ്ട, അതിന് ആദ്യേട്ടന് എവിടെയാ പങ്ക്? ആദ്യേട്ടന് ഇവിടെ ഒരു പങ്കുമില്ല. പലഹാരങ്ങളും പായസമൊക്കെ ഞാനും ഇഷിതാമയും കുടിച്ചു തീർത്തു. നീ വെറുതെ കള്ളം പറയരുത്. ഇഷിതാമ തിന്നിട്ടുണ്ടാവില്ല, നീ തിന്ന് തീർത്തിട്ടേ ഇഷിതാമ്മയുടെ പേര് പറഞ്ഞതല്ലേ. എന്നിട്ട് കുഞ്ഞു അവിടെ പേരും പറയും. അയ്യേ, എന്തായാലും പലഹാരങ്ങളും ഇല്ല, ആദ്യമായിട്ട് ചമ്മി പോയേ എന്ന് പറയാണ്. ഇഷിതാമേ, എനിക്ക് പലഹാരങ്ങളൊന്നുമില്ലേ, മോൻ വാ, ഇഷിതാമ്മ എടുത്തു തരാം. കണ്ടോ ഇഷിതാമേ, എനിക്ക് പലഹാരം വെക്കാതിരിക്കില്ല. ഇത് എന്റെ കുഞ്ഞുവാവയാ. അയ്യേ, അതിന് ആദ്യേട്ടന്റെ കുഞ്ഞുവാവെന്ന് പറയാനേ ആദ്യേട്ടന് ഈ വീട്ടിൽ നിൽക്കണം. അല്ലാതെ കുഞ്ഞുവാവനെ അമ്മേനെ കാണാൻ വല്ലപ്പോഴും വന്നാ പോരാ. ആദ്യയുടെ മുഖം ഒന്ന് മാറുന്നു കേട്ടോ. അത് ഞാൻ വരണോന്ന് വിചാരിച്ചല്ലോ ഇഷിതാമ്മേ. പക്ഷെ വെറും കൈയോടെ എങ്ങനെയാ വരുന്നത്? ഇഷിതാമ്മക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വരണ്ടേ. പിന്നെ ഇത് ചിപ്പിയുടെ കുഞ്ഞുവാവല്ല, എന്റെ കുഞ്ഞുവാവയാ. അച്ഛന്റെ ഡാഡിയുടെ ആദ്യത്തെ മോൻ ആരാ? ഞാൻ. അപ്പൊ കുഞ്ഞാവയുടെ ആദ്യത്തെ അവകാശി ആരാ? ഞാൻ. അപ്പൊ ചിപ്പി പറഞ്ഞു, പിന്നെ ഒരു ആദ്യത്തെ അവകാശി എന്റെ കുഞ്ഞാവയത് ആണോ? ഇത് എന്റെ കുഞ്ഞാവ എന്ന് ആദ്യം പറയാണ്. ഇഷിതാമ്മ, സത്യം പറ, ഇത് എന്റെ കുഞ്ഞാവയല്ലേ? അതെ, മോന്റെയും മോളുടെയും കുഞ്ഞാവയാണ്, നിങ്ങളുടെ കുഞ്ഞാവ തന്നെയാണ് എന്ന് പറയാണ്. ഇഷിതയുടെ മൈൻഡ് ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദ്യം പറയണ്ട, അതെ ഇഷിതാമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാണട്ടെ. അപ്പോ ആദ്യം ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ എടുക്കാൻ പോട്ടെ. അപ്പൊ ചിപ്പി ചോദിക്കണ്ട, എന്താണാവോ ഗിഫ്റ്റ്? വിലപിടിപ്പുള്ള വല്ല സമ്മാനമാണോ? നീ നിക്കടി എന്ന് പറഞ്ഞിട്ട് ഒരു കവറിൽ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ കൊണ്ടുവരാട്ടോ. അയ്യേ, ഇതെന്താ ചെറിയൊരു ഗിഫ്റ്റ്? ഞാൻ വെച്ച് ഡയമണ്ട് മോതിരം ആയിരിക്കുമെന്ന് എന്ന് ചിപ്പി പറയാണ്. ആദ്യം പറയുന്നുണ്ട്, ഇത് ഡയമണ്ട് മോതിരേക്കാളും വിലയുള്ളതാ എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ ഗിഫ്റ്റ് തുറക്കാട്ടോ.
അത് തുറന്നിട്ട് ആദ്യം ആ മോതിരം ഇങ്ങനെ കാണിച്ചു വെക്കാൻ ടണ്ടടാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോ ചിപ്പി വേണ്ട, അയ്യേ ഇതെന്ത് കടയിൽ കിട്ടുന്ന 10 രൂപയുടെ മോതിരോ, അയ്യേ 10 രൂപയുടെ മോതിരേ 10 രൂപയുടെ മോതിരേ എന്ന് വേണ്ടയാണ്. അപ്പൊ ആദ്യം പഠിച്ച് നിർത്തടി എന്ന് പറയാണ്. അയ്യേ ആദ്യമായിട്ട് കൊണ്ട് മോതിരം കണ്ടു, 10 രൂപയുടെ മോതിരം 10 രൂപയുടെ മോതിരം എന്ന് പറയുമ്പോഴേക്കും ഇഷിതക്കും ചിരി വരും കേട്ടോ. അത് കണ്ടിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷിനെ സന്തോഷമാണ്, കാരണം ഇഷിത ചിരിച്ചല്ലോ. മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഹാവു എത്ര നാളിന് ശേഷം ഇയാളുടെ മുഖത്തൊരു ചിരി കാണുന്നത്, ഇതിന് എന്റെ മക്കളോടാണ് നന്ദി പറയേണ്ടത് എന്ന് ആ മഹേഷിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മഹേഷ് ചോദിക്കണ്ടേ, എന്താ ഇവിടെ കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞത്, ഞാനും കൂടി ചിരിക്കട്ടെ. ചിപ്പി പറയണ്ട്, അതെ ഡാഡി കണ്ടില്ല ആദ്യമായിട്ടും കൊണ്ടുവന്ന ഗിഫ്റ്റ്, അമ്മക്ക് വേണ്ടിട്ട് ഒരു 10 രൂപയുടെ ഗിഫ്റ്റ്, 10 രൂപയുടെ മോതിരം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. കണ്ടോ ആ ഡാഡി ഇവര് ചിരിക്കുന്നത്, ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തപ്പോ ഏതോ ഇഷിതാമ്മയും ചിപ്പിയും ചിരിക്കുക. അപ്പൊ ഇഷിത പറഞ്ഞ, അയ്യോ മോനെ ഞാൻ നീ ഗിഫ്റ്റ് കണ്ട് ചിരിച്ചതല്ല, ചിപ്പിയുടെ ചിരി കണ്ട് ഞാൻ ചിരിച്ചതാണ് മോനെ, അല്ലാതെ നിന്റെ ഗിഫ്റ്റ് കണ്ടിട്ട് ഇഷിതാമ്മ ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ, പിന്നെ നിന്റെ ഗിഫ്റ്റുമായിട്ട് നിൽക്കുന്ന നിപ്പം കണ്ടപ്പോ ചിരി വന്നു പോയതാ. അതെ ഇത് വെറും ഗിഫ്റ്റ് അല്ല ഡാഡി, ഇത് നോക്കിക്കോ, ഡാഡിക്ക് മനസ്സിലായോ ഈ മോതിരം എന്ത് മോതിരമാണെന്ന്. അപ്പൊ മഹേഷ് ഇങ്ങനെ നോക്കുന്നുണ്ടാ, ഇത് ആനവാതിൽ മോതിരം അല്ലേ, അതെ കറക്റ്റ് ചിപ്പി, ഇതാണ് ആനവാൽ മോതിരം, ഇതേ ഭയങ്കര വിലയുള്ള മോതിരമാ, നിന്റെ സ്വർണത്തിനെക്കാളൊക്കെ വിലയുണ്ട്, ആണോ ഡാഡി, ആ ഇത് അതിന് ആനവാതിൽ മോതിരമാ, ഈ മോനിത് എവിടെ നിന്ന് കിട്ടി എന്ന് മഹേഷ് ചോദിക്കുമ്പോ ആദ്യം പറയണ്ട്, അതോ വേറൊന്നുമല്ല കുഞ്ഞുവാവ് ഉണ്ടാവാൻ പോണെന്ന് പറഞ്ഞപ്പോഴേ കിരണും ഫ്രണ്ട്സൊക്കെ എന്നെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിച്ചു ഡാഡി കഴിഞ്ഞ ആഴ്ച. ആ സമയത്ത് അവരാ പറഞ്ഞത് ഈ ആനവാൽ മോതിരം ഗർഭിണികൾ ഇടുകയാണെങ്കിൽ കുഞ്ഞിനും അമ്മക്കും നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല മെന്റലി നല്ല സപ്പോർട്ട് ആയിരിക്കും ഈ ആനവാൽ മോതിരം, അപ്പൊ അവരുടെ കൈകളിലേക്ക് ഇടണമെന്നാ പറഞ്ഞത്. അവരുടെ അമ്മമാരും 2ാമത്തെ പ്രസവത്തിന് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രേ. ആഹാ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരെണ്ണം സംഘടിപ്പിച്ചിടണമെന്ന്, അവന്മാര് മേടിച്ചതായത്. ആഹാ കൊള്ളാലോ. അപ്പോ ഇഷിതാമ്മ ഇതാ എന്റെ ഗിഫ്റ്റ് മോനെ. ഇഷിതാമ്മക്ക് ഒത്തിരി സന്തോഷമായി. മോൻ തന്നെ ഇത് ആദ്യയുടെ ഇഷിതയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ ആദ്യം ഇഷിതയുടെ കയ്യിലേക്ക് ഇട്ടെടുക്കാണ്. ശേഷം ഇഷിത പറയണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമായി മോനെ, ഇപ്പൊ ഇഷിതമ്മക്ക് നല്ല സ്ട്രോങ് ആയില്ലേ. ആയി എന്ന് ഇഷിത പറയാണ്. എന്നാലേ രണ്ടുപേരും കൂടി എനിക്കൊരു ഉമ്മ തന്നെ എന്ന് പറയുമ്പോ ആദ്യം ചിപ്പി ഒരു ഉമ്മ കൊടുക്കാണ്. ചിപ്പി പറയണ്ടേ, ഡാഡി ഞങ്ങൾ രണ്ടേരെ ഇന്ന് പാർക്കിലേക്ക് കൊണ്ടുപോകണം. അയ്യോ ഇന്ന് ഡാഡിക്ക് തിരക്കുണ്ടല്ലോ. ഇഷിത പറയണ്ട്, മഹേഷ് അവര് ആദ്യം വന്നതല്ലേ, അവരൊന്ന് പാർക്കിലേക്ക് കൊണ്ടുപോയിട്ട് വാ. എടോ എനിക്ക് തിരക്കുള്ളോണ്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ പാർക്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം, നിങ്ങൾ കളിച്ചു കഴിയുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിക്കോളാം. ശരി എന്ന് പറയാണ്. ഡാഡി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അടക്കളയിലേക്ക് പോവാട്ടോ. അവിടെ മഞ്ജിമ ജ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജിമ എടുത്ത് മഞ്ജിമ അതിനെ കമ്പി ചോദിക്കണ്ട, ആഹാ ഇതാരാ ആദ്യം മോനോ, മോനെപ്പോ വന്നു, അല്ല ഇവിടെ അച്ഛമ്മ അച്ചാച്ചനും ഇല്ലേ എന്ന് ആദ്യം ചോദിക്കുമ്പോ ആ നിന്റെ അച്ഛമ്മ അച്ചാച്ചനെ ഇവിടെ പോയെന്ന് ആർക്കറിയാം, മിക്കവാറും അപ്പുറത്തുണ്ടാവും, നിന്റെ ഇഷിതാമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത്. ഇപ്പൊ ഇവിടുത്തെ അമ്മ നിന്റെ അച്ചാമ്മയെ പ്രിയാമണിയായിട്ട് ഭയങ്കര കൂട്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും ആദ്യ പുച്ഛത്തോടെ മഞ്ജിമനെ നോക്കാണ്. അല്ല ഇത് ആർക്കുള്ള ജ്യൂസാ മഞ്ജിമാപ്പ ഉണ്ടാക്കണത്, ഇഷിതാമക്കുള്ള ജ്യൂസാണോ? അതെ എന്ന് മഞ്ജിമ പറയാണ്. എന്തിനാ ഇഷിതാമക്ക് മഞ്ജിമാപ്പ ജ്യൂസ് ഉണ്ടാക്കണത്, അതില് ഗർഭം കലക്കാൾ വല്ല പൊടിയിടാനാണോ? ആദി നീ എന്തൊക്കെയാ പറഞ്ഞത്, ഞാനങ്ങനെ ചെയ്യില്ല, പിന്നെ മഞ്ജിമാപ്പ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാലോ, ഈ ജ്യൂസേ ഇഷിതാമക്ക് കൊടുക്കണ്ട. നീ എന്തിനാണ് ഇങ്ങനത്തെ വർത്തമാനം എന്നോട് വേണ്ടത്, നിനക്ക് നാണമില്ല അവൾ ഇഷിതാമ എന്ന് വിളിക്കാൻ, നിനക്ക് സ്വന്തം ഒരു അമ്മയില്ലടാ, എന്നിട്ട് ഇഷിതാമ എന്ന് പറഞ്ഞ് വിളിക്കുന്നു പോലും. നിന്റെ ഡാഡിക്കോ എത്ര പെണ്ണുങ്ങളെ കെട്ടിയാലും അതൊക്കെ നിന്റെ അമ്മേനെ പോലെ ആവോടാ എന്ന് പറയാണ്. അപ്പോഴേക്കും ആദ്യം പറയണ്ട്, അതെ എന്റെ ഡാഡിയെ നിയമപരമായിട്ട് കെട്ടിയിരിക്കുന്നതാ ഇഷിതാമേന, അപ്പോ ഇഷിതാമ എന്റെ സ്വന്തം അമ്മ തന്നെയാ. ഇഷിതാമക്ക് ജനിക്കാവുന്ന കുഞ്ഞെ എന്റെ സ്വന്തം അനിയനോ അനിയത്തിയാണ്. പക്ഷെ എന്റെ മമ്മിയും കൂടെ നിൽക്കുന്നത് ആകാശങ്ങളുടെ കൂടെ അല്ലേ. എടാ എനിക്ക് എന്റെ മനസ്സിൽ മഹേഷിന് ഒരു ഭാര്യയുള്ള അത് നിന്റെ മമ്മിയാ. അപ്പോ ആദ്യം പറയണ്ട, അപ്പൊ മമ്മി ചെയ്തൊന്നും തെറ്റല്ലേ മഞ്ജുമാപ്പെ, മമ്മി കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ നിൽക്കുന്നത് അതല്ലേ വലിയ തെറ്റ്. എന്റെ ഡാഡി കല്യാണം കഴിച്ചിട്ടാണ് ഇഷിതാമ്മയുടെ കൂടെ നിൽക്കുന്നത്, അപ്പൊ അതല്ലേ ശരി, ഞാൻ ശരിയുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നിന്റെ സ്വഭാവമൊക്കെ ആകെ മാറിപ്പോയല്ലോ. എനിക്കറിയാം മഞ്ജുമാപ്പ എന്തിനാണ് എന്റെ മമ്മീനെ സപ്പോർട്ട് ചെയ്യുന്നത്. മഞ്ജുമാപ്പക്ക് എന്റെ മമ്മയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടില്ലേ, അതിന് വേണ്ടല്ലേ. എടാ എനിക്ക് നിന്റെ മമ്മയുടെ പൈസ ഒന്നും വേണ്ട ജീവിക്കാൻ. എനിക്കറിയാം മഞ്ജുമാപ്പനെ കുറിച്ച് മമ്മി സുമിയാന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കേട്ടു, വല്ല നക്കാപ്പിച്ച് ഇറങ്ങി കൊടുത്ത മഞ്ജുമാപ്പ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന്. നിന്റെ മമ്മി ഒരിക്കലും അങ്ങനെ പറയില്ല. പറഞ്ഞു, എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അപ്പോഴേക്കും മഹേഷ് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, എന്താ ഇവിടെ ഒരു സംസാരം. മഞ്ജിമ പറയുന്നുണ്ട്, നിന്റെ മോന്റെ സംസാരം നീ കേട്ടില്ലേടാ, ഞാൻ ഏഷിതക്ക് ഉണ്ടാക്കുന്ന ജ്യൂസിലെ ഗർഭം കലക്കി കൊടുക്കുന്ന ഇവൻ പറയണത്. അപ്പൊ മഹേഷ് ചിരിച്ചോണ്ട് പറഞ്ഞത്, എന്റെ മോൻ പറഞ്ഞത് എന്താ തെറ്റ്, അവനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും അറിവും ഉണ്ട്, അവൻ പറഞ്ഞ സംശയം എനിക്കും ഉണ്ട്.
എന്നാ നിങ്ങളിവിടുന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജിമ ദേഷ്യത്തിൽ അവിടെ പോകുക കേട്ടോ. മഞ്ജിമ പോയി കഴിയുമ്പോഴേക്കും ആദ്യം മഹേഷിനോട് പറയണ്ടേ, ഞാൻ നിഷിതാമിനെ കാണാൻ വേണ്ടി മാത്രമല്ല ഡാഡി വന്നത്, ഈ അപ്പനെ കാണാൻ വേണ്ടി പോയിട്ടാണ്. അവരുടെ സ്വഭാവമൊക്കെ എന്റെ അടുത്ത് ചിപ്പി പറഞ്ഞ എനിക്ക് നന്നായിട്ട് അറിയാം. നീ പറഞ്ഞത് നന്നായി മോനെ. മഞ്ജിമക്കു നിന്റെ വായിന്ന് പോലത്തെ ഒരു കുഞ്ഞു കുട്ടിയുടെ വായിന്ന് കേട്ട സമാധാനമായിട്ടുണ്ടാവും. മോൻ വാ, ചിപ്പി കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാണ്. ആദി വേഗം തന്നെ ആ ജ്യൂസ് എടുക്കുകയാണ്. ശേഷം അത് സിങ്കിലേക്ക് ഒഴിച്ചു കളയാണ്. എന്റെ ഇഷിതാമക്കെ നിങ്ങൾ ജ്യൂസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഒഴിച്ചു തെറിപ്പിച്ച് അവിടെ കളഞ്ഞിട്ടാണ് കേട്ടോ ആദ്യം അവിടെ നിന്ന് പോകുന്നത്. ശേഷം ആദ്യം ചിപ്പിയും കൂടി പാർക്കിൽ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് ആകാശ് വരുന്നത്. ആകാശ് വേറെ എന്തോ ആവശ്യത്തിന് വരുമ്പോഴാണ് ഇവരെ കാണുന്നത്. ആകാശ് നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരെയും കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്ന കേട്ടോ. നാളത്തെ പ്രൊമോയില് ആകാശ് എന്തോ പിള്ളേരെ വെച്ചിട്ട് എന്തോ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സുമിയുടെ അടുത്ത് പറയുന്നുണ്ട്. സുമി പറയുന്നുണ്ട്, മഹേഷിനോട് ഈ പ്ലാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആകാശിന് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശ് പൊട്ടിച്ചിരിക്കുകയാണ്. ശേഷം ചിപ്പിയും ആദ്യം കൂടി കരഞ്ഞുകൊണ്ട് കാറിന്റെ പിന്നാലെ പോകുന്ന ഭാഗവും കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ കേട്ടോ. അത് എന്താണെന്നുള്ള നാളത്തെ എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ.